ഹായ് മക്കളെ, റെഡ്യൂസിങ് ഏജൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള LiAlH4നെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ സെഷനിൽ കുറച്ചുകൂടെ നമ്മൾ NaBH4നെ പറ്റിയും അതേപോലെ ഇവരുടെ ഡെറിവേറ്റീവ് ഡൈബാലെച്ചിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും കാര്യങ്ങളൊക്കെ നോക്കിക്കാണാം. ലുച്ചെ റിയേജൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വേറെയുമുണ്ട്. ഓക്കെ, സോ ആദ്യമായിട്ട് സോഡിയം ബോറോഹൈഡ്രേറ്റ് NaBH4. നമുക്കറിയാം, കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ടേബിൾ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. NaBH4ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇമീനിയം അയോൺ, ആൽഡിഹൈഡ്, കീറ്റോൺ ഒക്കെയാണ്. ഇവരെയൊക്കെയാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ എസ്റ്ററിനെ പോലും ആർക്കും റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. NaBH4ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സോ ഞാനിവിടെ പറയുകയാണെങ്കിൽ NaBH4 സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആണെന്ന് എനിക്ക് പറയാം. ക്യാൻ ഓൺലി റെഡ്യൂസ് വോട്ട്? ക്യാൻ ഓൺലി റെഡ്യൂസ് ഇമീനിയം, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഇമീനിയത്തിനെ പറ്റി നമ്മൾ അത്രത്തോളം ഡിസ്കസ് ചെയ്യുന്നില്ല. ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ലെറ്റ്സ് സേ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണ്. ഇതാ ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ, ഓക്കെ, ദിസ് ഈസ് യുവർ വൺ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ. ഇവിടെ ആരൊക്കെയുണ്ട്? കീറ്റോണും ഉണ്ട്, അതേപോലെ എസ്റ്ററും ഉണ്ട്. ലെറ്റ്സ് സേ ഇഫ് യു പുട്ട് LiAlH4 ഇൻടു ദിസ്, ഓക്കെ, നമുക്ക് കിട്ടുന്നത് ഇവിടെ കീറ്റോൺ റെഡ്യൂസ് ചെയ്തിട്ട് സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. അതേപോലെ തന്നെ യു വിൽ ഗെറ്റ് പ്രൈമറി ആൽക്കഹോൾ ആസ് വെൽ. എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൈമറി ആൽക്കഹോളും കിട്ടും. കാരണം എന്താണ്? ബിക്കോസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഓക്കെ, അതേസമയം ഇതേ ഒരാളെ ഇയാളെ ഞാൻ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാൻ NaBH4 ആണ് കൊടുക്കുന്നതെങ്കിലോ, ഓക്കെ, സോഡിയം ബോറോഹൈഡ്രേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ആരെ മാത്രമേ റെഡ്യൂസ് ചെയ്യത്തുള്ളൂ? കീറ്റോണിനെ മാത്രമേ റെഡ്യൂസ് ചെയ്യത്തുള്ളൂ. എസ്റ്റർ ഫംഗ്ഷൻ ഗ്രൂപ്പ് അതേപോലെ ഉണ്ടാകും അല്ലേ. കാരണം ഇറ്റ് കൻ നോട്ട് റെഡ്യൂസ് വോട്ട് എസ്റ്റർ. സോ സിംപ്ലി എനിക്ക് എന്ത് കിട്ടും? ഒരു സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും? എസ്റ്റർ ആയിരിക്കും എനിക്ക് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും എനിക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുമല്ലോ. ഓൾറൈറ്റ്. അപ്പോൾ NaBH4ൻ്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇവരുടെ ഡെറിവേറ്റീവ്സ്, ഇതും നമ്മൾ കുറച്ചെങ്കിലും പറഞ്ഞതാണല്ലേ. അതേപോലെ സോഡിയത്തിന് പകരം ലിഥിയം വരികയാണെങ്കിൽ എന്തായിരിക്കും നടക്കുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ലിഥിയത്തിന് ആരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കി കാണുന്നതേ ഉള്ളൂ. പിന്നെ സോഡിയം സയനോബോറോഹൈഡ്രേറ്റ്. അപ്പോൾ ഇവിടെയുള്ളത് എന്താണ്? കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ പൊളാരിറ്റി കുറവായിരിക്കും. പൊളാരിറ്റി കുറവാണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് കുറവായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ CN വരുമ്പോൾ ബോണ്ട് പൊളാരിറ്റി ഡിക്രീസസ്, ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കീമോ സെലക്ടിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നൊക്കെ കഴിഞ്ഞ സെഷനിലും ഞാൻ പറഞ്ഞതാണ്. കീമോ സെലക്ടിവിറ്റി എന്തായിരിക്കും? ഇൻക്രീസസ്. ഓക്കെ, അതേപോലെ ഇവിടെ NaBH4 CeCl3.7H2. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ലുച്ചേസ് റിയേജൻ്റ് ആണ്, അത് അവിടെ നിൽക്കട്ടെ. അതേപോലെ സെലക്ട്രൈഡ്സ് അല്ലേ, ഡൊണേറ്റിംഗ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് കൂടും. സെലക്ടിവിറ്റി എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യുമെന്നുള്ളതും നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഞാൻ പറയുകയാണ്, NaBH4 തന്നു, LiAlH4 തന്നു. നമുക്കറിയാം LiAlH4 എന്ന് പറയുന്നത് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീറ്റോൺ ഉണ്ട് അല്ലേ, അതേപോലെ അമൈഡ് ഉണ്ട്, എസ്റ്റർ ഉണ്ട്. LiAlH4 ആണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. എന്തായിരിക്കും നടക്കുന്നത്? ഓക്കെ, സിംപ്ലി നമുക്ക് കീറ്റോൺ എന്തായിരിക്കും? കീറ്റോൺ ഓഫ് കോഴ്സ് എന്തായിരിക്കും? സെക്കൻഡറി ആൽക്കഹോളായി മാറും. ദെൻ വോട്ട്? അമൈഡ് എന്തായിരിക്കും മാറും? NHCH2CH3 എന്നുള്ള രീതിയിൽ വരും. ആൻഡ് ഓഫ് കോഴ്സ് എസ്റ്റർ എന്തായിട്ട് മാറും? എസ്റ്റർ പ്രൈമറി ആൽക്കഹോളായിട്ട് മാറും. കാരണം ഇറ്റ് ക്യാൻ റെഡ്യൂസ് എവ്രിതിങ് അല്ലേ. LiAlH4ൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, എസ്റ്ററിനെയും അമൈഡിനെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം NaBH4 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലോ, NaBH4 ആരെ മാത്രമേ റെഡ്യൂസ് ചെയ്യാൻ പറ്റൂ? കീറ്റോണിനെ മാത്രമേ റെഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് വോട്ട്? ഇവിടെ എന്തായിരിക്കും? സെക്കൻഡറി ആൽക്കഹോൾ. നൗ ദീസ് കംസ് വോട്ട്? ഓക്കെ, ഇവിടെ എന്തായിരിക്കും? COOET, എസ്റ്റർ അതേപോലെ വരും. ആൻഡ് യു വിൽ ഹാവ് വോട്ട്? NHCOCH3 എന്നുള്ള രീതിയിലും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും അല്ലേ. സിംപ്ലി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ആരാണ്? യെസ്, നമ്മുടെ സിങ്ക് ബോറോഹൈഡ്രേറ്റ്. സെഡിൻ്റെ ചാർജ് എത്രയാണ്? +2 അല്ലേ? പോളറൈസബിലിറ്റി കുറച്ചുകൂടെ കൂടും. അപ്പോൾ ഇവർക്ക് ആരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? എസ്റ്ററിനെയും ആസിഡിനെയും കൂടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നോക്കിക്കോളൂ. ഓക്കെ, apart from aldehyde and ketone, zinc borohydrate reduces what? Esters and carboxylic acid. Let's say ഇവിടെ ഇപ്പോൾ ഒരു എസ്റ്റർ ആണുള്ളത്, NaBH4 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വിൽ ഗെറ്റ് ദ സെയിം റിയാക്റ്റൻറ്റ് അല്ലേ? ഒന്നും റിഡക്ഷൻ നടക്കത്തില്ല. അതേസമയം സിങ്ക് ബോറോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഇവരെന്ത് ചെയ്യും? യെസ്, ഇറ്റ് വിൽ റിഡ്യൂസ് അല്ലേ? CH2OH എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇറ്റ് റെഡ്യൂസസ് എസ്റ്റേഴ്സ് ടു വാട്ട്? എസ്റ്റേഴ്സ് ടു പ്രൈമറി ആൽക്കഹോൾ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? യെസ്. ഇനി നോക്കിക്കോളെ. ഇനി ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ്, ഇവിടെ നോക്കി നിങ്ങൾ ആൽഡിഹൈഡും ഉണ്ട് കീറ്റോണും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ എന്തായിരിക്കും? കീമോ സെലക്റ്റീവ് ആയിരിക്കും. കീമോ സെലക്റ്റീവ്. ഓക്കെ, ഇവിടെ എന്താണ്? സെലക്ടിവിറ്റി ഹയർ ആയിരിക്കുമടാ. സെലക്ടിവിറ്റി ഈസ് ഹയർ സിങ്ക് ബോറോഹൈഡ്രേറ്റിൻ്റെ ഒക്കെ കേസിൽ. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ കീറ്റോൺ ഉണ്ട്, അതേപോലെ ആരും ഉണ്ട്? യെസ്, നമ്മുടെ ആൽഡിഹൈഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആര് പ്രിഫറൻഷ്യലി റെഡ്യൂസ് ചെയ്യും? യെസ്, ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യും പ്രിഫറൻഷ്യൽ ടു കീറ്റോൺ. ഓക്കെ, യെസ്, ആൽഡിഹൈഡ് ഈസ് റിഡ്യൂസ്ഡ് preferentially to ketone എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, കാരണം ഇവരെന്താണ്? മൈൽഡ് റെഡ്യൂസിങ് ഏജൻസ് ആണ്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? യെസ്, നോക്കിക്കോളൂ. C+O ഇവിടെ യെസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? യെസ്, CH2OH എന്നുള്ള രീതിയിൽ വിൽ ഗെറ്റ് വാട്ട്? പ്രൈമറി ആൽക്കഹോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓൾറൈറ്റ്, യെസ്. ഇനി അടുത്തത് സോഡിയം സയനോബോറോഹൈഡ്രേറ്റ് അല്ലേ? എന്താണിത്? ഇതാ ഇവിടെ നോക്കിക്കോളൂ, സോഡിയം സയനോബോറോഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പോൾ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഓക്കെ, പൊളാരിറ്റി എന്ത് ചെയ്യുന്നു? യെസ്, പൊളാരിറ്റി ആക്ച്വലി ഡിക്രീസസ് അല്ലേ? പൊളാരിറ്റി ഡിക്രീസ് ചെയ്യുന്നു, ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത്തും ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ കീമോ സെലക്ടിവിറ്റി എന്തായിരിക്കും? യെസ്, കീമോ സെലക്ടിവിറ്റി ആക്ച്വലി ഇൻക്രീസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ലെറ്റ്സ് സേ ഇത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ ആൽഡിഹൈഡും ഉണ്ട്, അതേപോലെ കീറ്റോണും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പ്രിഫറൻഷ്യൽ റിഡക്ഷൻ ആയിരിക്കും. ഓക്കെ, കീമോ സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു, അതായത് ആൽഡിഹൈഡ് ഈസ് സെലക്റ്റഡ് അല്ലേ? ഇവരെന്ത് ചെയ്യും? സെലക്റ്റഡ് ഓവർ വോട്ട്? കീറ്റോൺ. ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ യെസ്, സിങ്ക് ബോറോഹൈഡ്രേറ്റിൻ്റെ കേസിലും ഇതേ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും? യെസ്, പൊളാരിറ്റി ഡിക്രീസ് ചെയ്യുന്നു, കീമോ സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആൽഡിഹൈഡും കീറ്റോണൊക്കെ വരികയാണെങ്കിൽ ആരെ റെഡ്യൂസ് ചെയ്യും? യെസ്, ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യും. കാരണം എന്താണ്? ഇവിടെ ഇലക്ട്രോഫിലിസിറ്റി എന്താണ്? ഗ്രേറ്റർ ആണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഹൈഡ്രൈഡിനെ ഈസിലി പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ത് കിട്ടും നമുക്ക്? യെസ്, നോക്കിക്കോളൂ, C+O ഇങ്ങനെ. ഓക്കെ, നൗ വി വിൽ ഹാവ് CH2OH എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. നൗ ലുക്ക് അറ്റ് ദിസ്. ഇവിടെ കീറ്റോണും ഉണ്ട്, എസ്റ്ററും ഉണ്ട്. അപ്പോൾ ആരെ റെഡ്യൂസ് ചെയ്യും? യെസ്, കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യും. ഇവിടെ കീറ്റോണിനെ ആയിരിക്കും റെഡ്യൂസ് ചെയ്യുന്നത്. സോ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ? C+O OR. ഓക്കെ, ഹിയർ വി വിൽ ഹാവ് OH. ഓക്കെ, യെസ്, ഇങ്ങനെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എഴുതേണ്ടി വരും. കീമോ സെലക്ടിവിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓൾറൈറ്റ്, ഇനി ലുച്ചെ റിയേജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, ഇത് മിക്കവാറും കാണാൻ പറ്റും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്താണ് ഈ കാര്യം? NaBH4CeCl3.7H2. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും, NaBH4.CeCl3 എന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയുകയാണ് ഇലക്ട്രോഫിലിസിറ്റിയുടെ ഓർഡർ പറയുകയാണെങ്കിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? ഇലക്ട്രോഫിലിസിറ്റിയുടെ ഓർഡറാണ് ഞാൻ പറയുന്നത്. എങ്ങനെയായിരിക്കും? ആൽഡിഹൈഡിന് കൂടുതലായിരിക്കും കീറ്റോണിനേക്കാൾ. ദെൻ വോട്ട്? ഈനോണിന് ഏറ്റവും ലെസ് ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ ഇലക്ട്രോഫിലിസിറ്റി വളരെ കുറവായിരിക്കും അല്ലേ? യെസ്, ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ജസ്റ്റ് ഞാൻ റിമൂവ് ചെയ്യാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി
നിങ്ങളോട് ചോദിക്കുകയാണ് ഇവരുടെ റിയാക്ടിവിറ്റി ഓർഡർ, റെഡ്യൂസിങ് കപ്പാസിറ്റിയുടെ ഓർഡർ ചോദിക്കുകയാണ്. റെഡ്യൂസിങ് കപ്പാസിറ്റിയുടെ ഓർഡർ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? അപ്പോഴും നിങ്ങൾ പറയും ഇങ്ങനെയാണ്. പക്ഷേ ഇങ്ങനെയല്ല, മറിച്ച് എന്തായിരിക്കും? യെസ്, ആരെ റെഡ്യൂസ് ചെയ്യും? ഓക്കെ, ഈനോണും അതേപോലെ കീറ്റോണും ഉണ്ടെങ്കിൽ ആരെ റെഡ്യൂസ് ചെയ്യും? ഈനോണിനെ ഫസ്റ്റ് റെഡ്യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഇവിടെയുള്ള ഈ C3+, യെസ്, ഓക്കെ, കോംപ്ലക്സിങ് എബിലിറ്റി, ചീലേറ്റിംഗ് എഫക്റ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ എന്താണ്? ചീലേറ്റിംഗ് എബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ C3+ നോക്കുകയാണ്, ഇവിടെയും C3+. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും? പ്ലസ് ആയി. ഇവിടെ എന്താണ്? യെസ്, R എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ എന്താണ്? ഇവിടെ I മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് കോംപ്ലക്സിങ് എബിലിറ്റി ആർക്കായിരിക്കും കൂടുതൽ? C3+നായിരിക്കും, സോറി, ഈനോഡിനായിരിക്കും കൂടുതൽ, ബിക്കോസ് ഓഫ് ദി R എഫക്റ്റ്. ഓക്കെ, യെസ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ പറഞ്ഞേ ഇവിടെ കീറ്റോണും ഉണ്ട്, അതേപോലെ ഈനോണും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും റിഡക്ഷൻ നടക്കുക? യെസ്, ഇവിടെ ആയിരിക്കും അല്ലേ? യെസ്, കാരണം ഇവിടെ C3+ ഒരു കോംപ്ലക്സ് എബിലിറ്റി ഫോം ചെയ്ത് പിന്നീട് റെഡ്യൂസ് ചെയ്യാൻ എന്തായിരിക്കും? വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ പ്രിഫറൻഷ്യലി ഇതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? യെസ്, ഇവിടെ ഡബിൾ ബോണ്ട് O, ഇവിടെ എന്തായിരിക്കും? യെസ്, ഓക്കെ, ഈ ഡബിൾ ബോണ്ടിനെ ഒന്നും റെഡ്യൂസ് ചെയ്തേക്കരുത്. ഓക്കെ, കാരണം എന്താണ്? NaBH4 ആണ് ഇവിടെ ഉള്ളത്. അത് ആരാണ് റെഡ്യൂസ് ചെയ്യുക? യെസ്, കീറ്റോണിനെ. ഓക്കെ, യെസ്, OH എന്ന് കിട്ടും. അതേപോലെ ഇവിടെ ഇപ്പോൾ ആരാണ്? കീറ്റോണും ആൽഡിഹൈഡുമാണ്. അപ്പോൾ ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്തേക്കരുത്. ആരെ റെഡ്യൂസ് ചെയ്യണം? യെസ്, ഓക്കെ, കീറ്റോണിനെ റെഡ്യൂസ് ചെയ്തേക്കണം. ഇവിടെ ആരാണ്? ഈനോണിനെ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, യെസ്, അപ്പോൾ എന്ത് കിട്ടും? ഓക്കെ, യു വിൽ ഗെറ്റ് വാട്ട്? OH എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് OH. നൗ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോഫിലിക് ഹൈഡ്രൈഡ് ഡോണേഴ്സിനെ പറ്റിയാണ്. ലെറ്റ്സ് സേ BH3 നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് NaBH4, LiAlH4 എന്നൊക്കെ പറയുന്നത് എന്താണ്? ന്യൂക്ലിയോഫിലിക് ഹൈഡ്രൈഡ് ഡോണേഴ്സ് ആണ് അല്ലേ? ഇലക്ട്രോഫിലിക് ഹൈഡ്രൈഡ് ഡോണേഴ്സ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ലെറ്റ്സ് സേ ഇവരുടെ മെക്കാനിസം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് സേ ഞാൻ കീറ്റോൺ എടുത്തിരിക്കുകയാണ്. ഇവിടെ CH3COCH3, ഇവിടെ ലെറ്റ്സ് സേ ഞാൻ BH3 എടുക്കുകയാണ്. BH3 ഓഫ് കോഴ്സ് എന്തുണ്ടാകൂടാ? യെസ്, ഒരു വീക്കെൻഡ് ഓർബിറ്റൽ ഉണ്ടാകും. ഓക്സിജൻ്റെ മുകളിൽ ലോൺ പേസ് ഉണ്ടാകും. ഇതിവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? യെസ്, ഐ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, O വിത്ത് എ പോസിറ്റീവ് ചാർജ്, ഓക്കെ, BH3 വിത്ത് എ നെഗറ്റീവ് ചാർജ് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളെ. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ സ്വാഭാവികമായിട്ടും ഈ H- എന്തായിരിക്കും? യെസ്, ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും അല്ലേ? യെസ്, ഈ ഹൈഡ്രേറ്റ് മൈനസ് ആയതുകൊണ്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. CH3 ഒരു ഹൈഡ്രജൻ ഇവിടെ ഉണ്ടാകും അല്ലേ? ഈ ഹൈഡ്രജൻ ഇവിടെ വരുന്നു ആൻഡ് യു വിൽ ഗെറ്റ് വോട്ട്? യെസ്, OBH2 എന്നുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാകും. ഓക്കെ, അഗെയിൻ ഇവിടെ എന്തുണ്ടാകും? നെക്സ്റ്റ് ഇവിടെ ഇപ്പോൾ ഒരു വേക്കൻറ്റ് ഓർബിറ്റൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്തായിരിക്കും? അടുത്ത മോളിക്യൂൾ ഓഫ് ആര് വരുന്നു? കീറ്റോൺ വരുന്നു. അടുത്ത മോളിക്യൂൾ ഓഫ് കീറ്റോൺ വരുന്നു. ഈ കീറ്റോൺ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. യെസ്, നമ്മുടെ ഈ വേക്കൻറ്റ് ഓർബിറ്റലിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ എഴുതുകയാണ്. നോക്കിക്കോളെ, ഇവിടെ എന്താണ്? ഈ CH3 H എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ? ഈ CH3 ഞാൻ എഴുതുന്നു. പിന്നെന്താണുള്ളത്? നോക്കിക്കോളെ, കൃത്യമായിട്ട് ഈ ഇവിടെയാണ് കുട്ടിക്ക് കൺഫ്യൂഷൻ വരുന്നത്. പിന്നെ ആരാണുള്ളത്? ഒരു ഓക്സിജൻ ഉണ്ട്. ഓക്കെ, പിന്നെ ആരാണ്? ഇവിടെ BH2 ഉണ്ട്. ഓക്കെ, BH2. ഓക്കെ, ഇനി ഈ ബോറോൺ എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഓക്സിജനുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ ബോറോൺ ആരുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഓക്സിജൻ ഡബിൾ ബോണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, വിത്ത് എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ B-. ഓക്കെ, കാരണം ബോറോണിന് 4 ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും? ഈ H- പോയിട്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും കിട്ടുക? ഞാൻ ഈ പേജിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ പോലെ തോന്നും. നോക്കിക്കോളൂ, ഇവിടെ ഇപ്പോൾ CH3 OBH എന്ന് കിട്ടും അല്ലേ? H, പിന്നെന്തായിരിക്കും? ഇവിടെ ഇപ്പോൾ ഇവിടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് വരും അല്ലേ? അപ്പോൾ
O കിട്ടും, അതേപോലെ CH3 സോറി O സിംഗിൾ ബോണ്ട് കാർബൺ. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, ഓർ യു കുഡ് റൈറ്റ്, ഇതിനെ തന്നെ എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, നോക്കിക്കോളൂ, ഇതിനെങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഇതാ, ദിസ് ഇസ് സിംപ്ലി ഇതാ CH3 O ട്വൈസ് അല്ലേ? ഇത്രയും എന്താണ്? 2 ടൈംസ് ഉണ്ട് അല്ലേ? 2 ടൈംസ് BH ആണ്. ഇനി എഗെയിൻ ഇവിടെ ഒരു ഹൈഡ്രജനും കൂടെ ഉണ്ട് അല്ലേ? എഗെയിൻ ഇവിടെ ഒരു വേക്കൻറ്റ് ഓർബിറ്റൽ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഇതാ ഇവിടെ നോക്കിക്കോളൂ, ജസ്റ്റ് വീഡിയോ ഒന്ന് ഓൺ ചെയ്യാം. സെയിം സാധനമാണ് ഞാൻ എഴുതുന്നത്. ഇതാ ഇങ്ങനെ O ട്വൈസ് എന്താണ്? BH. ഇതാ ഈ കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എഗെയിൻ നിങ്ങൾ ഒരു കീറ്റോണ് കൂടെ എന്ത് ചെയ്യുക? റിയാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? സോ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്? യെസ്, ഇങ്ങനെ ത്രൈസ് B എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജസ്റ്റ് സിംപ്ലി ഹൈഡ്രോളൈസ് ചെയ്യുക. ഓക്കെ, H2O, ലെറ്റ്സ് സേ HOH മൈനസ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടെ 3 മോളിക്യൂൾ കിട്ടുകയാണെങ്കിൽ യെസ്, ഇവിടെ എന്തായിരിക്കും? യെസ്, യു വിൽ ഗെറ്റ് യെസ് 3 molecules of alcohol and what? യെസ്, H3BO3 ഓർത്തോബോറിക് ആസിഡ് നമുക്ക് കിട്ടും. ഓർത്തോബോറിക് ആസിഡ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രോഫിലിക് ഹൈഡ്രൈഡ് ഡോണേഴ്സിൻ്റെ മെക്കാനിസം, എസ്പെഷ്യലി BH3. സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, യെസ്. ഇനി നോക്കിക്കോളൂ ഇവരുടെ കീമോ സെലക്ടിവിറ്റി. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ്സ് സേ ഇവിടെ ഇപ്പോൾ BH3 ഉണ്ട്. BH3 നമുക്കറിയാം ഇതെന്താണ്? ഇലക്ട്രോഫിലിക് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ +M എഫക്റ്റ് ആർക്കാണ് കൂടുതൽ? ഇവിടെ ആരൊക്കെയുണ്ട്? കാർബോക്സിലിക് ആസിഡും ഉണ്ട്, അതേപോലെ എസ്റ്ററും ഉണ്ട്. ഓക്കെ, +M എഫക്റ്റ് ആർക്കാ കൂടുതൽ? യെസ്, കാർബോക്സിലിക് ആസിഡിനാണ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ പോയിട്ട് അറ്റാക്ക് ചെയ്യും. ആര്? കാർബോക്സിലിക് ആസിഡ്. റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. ലെറ്റ്സ് സേ അമൈഡും എസ്റ്ററുമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം അമൈഡിൻ്റെ റിയാക്ടിവിറ്റി എന്തായിരിക്കും? ഇവിടെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും അല്ലേ? യെസ്, കാരണം +M എഫക്റ്റ് ഓഫ് അമൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട്? എസ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. കീമോ സെലക്ടിവിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു എസ്റ്ററും കാർബോക്സിലിക് ആസിഡും ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ തരികയാണ് BH3THF -18°C. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആരെ റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് പ്രൊഡക്റ്റ് നിങ്ങളോട് ചോദിക്കും. ഇങ്ങനെ തരും, എന്നിട്ട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാകും അല്ലേ? അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആരെ റെഡ്യൂസ് ചെയ്യും? യെസ്, +M എഫക്റ്റ് വെച്ചിട്ട് കാർബോക്സിലിക് ആസിഡിനായിരിക്കും റിഡക്ഷൻ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? യെസ്, C double bond OR. ഓക്കെ, സോ സംതിങ് ലൈക്ക് ദിസ്, CH2OH. ഓക്കെ, യെസ്, നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? യെസ്, നമുക്ക് കിട്ടുന്നത് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് ഇസ് റെഡ്യൂസ്ഡ്. കാർബോക്സിലിക് ആസിഡ് ഇസ് റെഡ്യൂസ്ഡ് സെലക്റ്റീവ്ലി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ബൊറൈൻസിൻ്റെ റിഡക്ഷൻ ആണല്ലേ. ആരെയൊക്കെ റെഡ്യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ ആസിഡ്, ആൽഡിഹൈഡ്, അമൈഡിനൊക്കെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പാർട്ട് ഫ്രം ദിസ്, ഈ പെർട്ടിക്കുലർ ഫങ്ഷണൽ ഗ്രൂപ്പിനെയും ആർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? യെസ്, ബൊറൈൻസിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചില ഫങ്ഷണൽ ഗ്രൂപ്പുകളെ ബൊറൈൻസിന് റെഡ്യൂസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ വേണം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, RCO2H കാർബോക്സിലിക് ആസിഡ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എന്താണ്. യെസ്, ഇറ്റ് ക്യാൻ റെഡ്യൂസ് ടു പ്രൈമറി ആൽക്കഹോൾ. സോ ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. ആൻഡ് ദിസ് വൺ ആൽക്കീനിനെ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ബൊറൈൻ ക്യാൻ റെഡ്യൂസ് വോട്ട്? ആൽക്കീൻസ്. പിന്നെ ആൽഡിഹൈഡ്, കീറ്റോൺസ്, നോ ഇഷ്യൂസ് വിത്ത് ദാറ്റ്. നൈട്രൈൽസ്. ഓക്കെ, നൈട്രൈൽസിനെ കൂടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളും മനസ്സിലാക്കണം കേട്ടോ. യെസ്, ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. സോ യു കുഡ് റൈറ്റ് വോട്ട്? CH3 CH2 CH2NH2 എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? യെസ്, നൈട്രൈൽസ്. വോട്ട് ഇസ് ദിസ്? നൈട്രൈൽസ്. നൈട്രൈൽസ് ടു എന്താ കിട്ടുക നമുക്ക്? അമൈഡ്സ് നമുക്ക് കിട്ടും. ഓക്കെ, നൗ ദ വെരി ഇമ്പോർട്ടൻറ്റ് എസ്റ്റേഴ്സിനൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒന്നും വിഷയമില്ല. ദ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് യെസ്, ആസിഡ് ക്ലോറൈഡും അതേപോലെ നൈട്രോ ഗ്രൂപ്പും. ഓക്കെ, RCuCl ആൻഡ് വോട്ട്? RNO2. ഓക്കെ, യെസ്, ബൊറൈൻസിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബൊറൈൻസിന്
റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഇറ്റ് കൻ നോട്ട് റെഡ്യൂസ് വോട്ട് യെസ് ആസിഡ് ക്ലോറൈഡ് ആൻഡ് നൈട്രോ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ആരെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. ഇനി ഡൈബാലെച്ചിൻ്റെ ഒരു കേസാണ്. ഡൈബാലെച്ച് നിങ്ങൾക്കറിയാം. വാട്ട് ഇസ് ഡൈബാലെച്ച്? ഓക്കെ, ഡൈബാലെച്ച് എന്ന് പറഞ്ഞാൽ ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈബാലെച്ച് എന്ന് വിളിക്കുന്നത്. അതായത് അലൂമിനിയം ഹൈഡ്രജൻ ഐസോബ്യൂട്ടൈൽ. ഐസോബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഐസോബ്യൂട്ടൈൽ എന്നുള്ള രീതിയിൽ ഞാൻ എഴുതുകയാണ്. ഐബ്യൂട്ടൈൽ എന്ന് എഴുതാം. വാട്ട് ഈസ് ഐസോബ്യൂട്ടൈൽ ആക്ച്വലി? ഇഫ് ഐ സേ ദാറ്റ് ഐസോബ്യൂട്ടൈൽ, ഐസോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? CH3 CCH3. ഓക്കെ, സോ എത്ര കാർബണാണ്? 1 2 3 4 ഐസോബ്യൂട്ടൈൽ. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? യെസ്, വാട്ട് വി ആർ ഗെറ്റിംഗ് ഹിയർ ഇസ് ആൽഡിഹൈഡ്. നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൽഡിഹൈഡാണ്. എസ്റ്ററിൽ നിന്ന് ആൽഡിഹൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ് എന്ത്? നമ്മുടെ ഡൈബാലെച്ച്. സോ എസ്റ്റോ ടു ആൽഡിഹൈഡ്. സോ ഇതിൻ്റെ മെക്കാനിസം ജസ്റ്റ് സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പാർട്ട് ഫ്രം ദിസ് മെക്കാനിസം നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ നോക്കിക്കോളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം ആണ്. എസ്റ്റർ എടുക്കുന്നു, RCOOR'. ആദ്യം എന്ത് ചെയ്യുന്നു? യെസ്, അലൂമിനിയം ഹൈഡ്രജൻ ഐസോബ്യൂട്ടൈൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഓക്സിജൻ്റെ മുകളിൽ എന്തുണ്ടാവും? ലോൺ പെയർ ഉണ്ടാകും. സോ ഇറ്റ് ഗൂസ് ആൻഡ് അറ്റാക്ക് ഹിയർ. അങ്ങനെയാകുമ്പോൾ കാരണം ഇവിടെ എന്തുണ്ടാകും? സ്വാഭാവികമായിട്ടും യെസ് വേക്കൻറ്റ് ഓപ്പറേറ്റർ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? COR'. ഡബിൾ ബോണ്ട് O, അലൂമിനിയം ഹൈഡ്രജൻ ഐസോബ്യൂട്ടൈൽ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. just simply is this. So ഇവിടെ എന്തായിരിക്കും? ഇവിടെ പോസിറ്റീവ് ചാർജ്, ഓഫ് കോഴ്സ് അലൂമിനിയം 4 ബോണ്ട് മേക്ക് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജ്. അടുത്ത എന്തായിരിക്കും? ഈ ഹൈഡ്രൈഡ് വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. യെസ്, റൈറ്റ് ഐസോബ്യൂട്ടൈൽ ഇവിടെ എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നു, അറ്റാക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരും അല്ലേ? സോ യു വിൽ ഗെറ്റ് വോട്ട്? RCOAL isobutyl and then what? Yes, ഇവിടെ OR വരുന്നു. ഇവിടെ ഹൈഡ്രജൻ വരുന്നു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ സിംപ്ലി എന്ത് ചെയ്യുക? യെസ്, ഇത് ഇവിടത്തേക്ക് വരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇയാൾ എന്ത് ചെയ്യുന്നു? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. OR എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു, -OR. സോ നമുക്ക് കിട്ടുന്ന എന്താണ്? RCHO എന്നുള്ള രീതിയിൽ വാട്ട് വി ആർ ഗെറ്റിംഗ് ഹിയർ ഈസ് ആൽഡിഹൈഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എസ്റ്റർ ടു ആൽഡിഹൈഡ് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? മെക്കാനിസം കാണിച്ചു തന്നേ ഉള്ളൂ. സോ എസ്റ്ററിനെ ആൽഡിഹൈഡാക്കി കൺവേർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരാളാണ് ആര്? നമ്മുടെ ഡൈബാലെച്ച് എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഡൈബാലെച്ചിന് നമ്മൾ ഓൾറെഡി കണ്ടു. എസ്റ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, സിംപ്ലി ഇപ്പോൾ RCH2 ഇത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. OET എന്ന് പറയുന്നത് എന്ത് കിട്ടും? എസ്റ്ററിനെ ആൽഡിഹൈഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. RCH2 CHO എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നൈട്രൈൽസിനെയും എന്ത് ചെയ്യാൻ പറ്റും? യെസ്, എസ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. RCH2 CH2 CN. ഇവരെന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഡൈബാലെച്ച് കൊടുക്കുകയാണെങ്കിൽ ഡൈബാലെച്ച് കൊടുക്കുകയാണെങ്കിൽ you will get what? RCH2 CH2 CHO എന്നുള്ള രീതിയിൽ യെസ് ആൽഡിഹൈഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഈ ലാക്ടോൺസിനെയും ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും? ഡൈബാലെച്ചിന് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ലാക്ടോൺസ് അല്ലേ? മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്നുമില്ല, സിംപ്ലി സൈക്ലിക് എസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാക്ടോൺസ് എന്ന് നമ്മൾ വിളിക്കുന്നത്.
ആൻഡ് ലെറ്റ് സേ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൈക്ലിക് എക്സ്ട്രാ നമ്മൾ എടുത്തിരിക്കുന്നു, ലാക്ടോൺസ് നമ്മൾ എടുത്തിരിക്കുന്നു. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നു? യെസ്, ഡൈബാൽ എച്ചുമായിട്ട് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ യു വിൽ ഹാവ് വോട്ട് അലൂമിനിയം, ഓക്കെ, ഹൈഡ്രൈഡ്, ഐസോബ്യൂട്ടൈൽ എന്ന് സിംപ്ലി എഴുതുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? യെസ്, സ്വാഭാവികമായിട്ടും ഓക്സിജൻ്റെ ലോൺ പെയർ വന്നിട്ട് അലൂമിനിയത്തിന് അറ്റാക്ക് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് വോട്ട്? ഓക്കെ, സോ യു വിൽ ഹാവ് വോട്ട്? ഡബിൾ ബോണ്ട് O, Al, ഓക്കെ, ഹൈഡ്രൈഡ്, ഐസോബ്യൂട്ടൈൽ എന്നുള്ള രീതിയിലുണ്ടാകും. ആൻഡ് വോട്ട്? ഇവരെന്ത് ചെയ്യുന്നു? ദാ, ഓക്കെ, ദിസ് വൺ ഗൂസ് ആൻഡ് അറ്റാക്ക് ഹിയർ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലേ? ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു. സോ യു വിൽ ഗെറ്റ് വോട്ട്? ഓക്കെ, ജസ്റ്റ് മെക്കാനിസം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കുറച്ചെങ്കിലും മെക്കാനിസം പറയുന്നത്. ഓക്കെ, OAl, ഐസോബ്യൂട്ടൈൽ. ഓക്കെ, യെസ്, ആൻഡ് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാകും? ഈ ഹൈഡ്രൈഡ് ആയിരിക്കും ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, നൗ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും ഇവിടെ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതാ ഇയാൾ എന്ത് ചെയ്യുന്നു? യെസ്, ഇങ്ങോട്ടേക്ക് വരുന്നു, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് വോട്ട്? ഇതാ എന്ത് കിട്ടും? ഇതാ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് O കിട്ടും അല്ലേ? ഡബിൾ ബോണ്ട് O, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തായിരിക്കും? യെസ്, ഇങ്ങനെ, യെസ്, ഇവിടെ, സോറി ഫോർ ദിസ്, ഓക്കെ, യെസ്, ആൻഡ് ഹിയർ, ആൻഡ് O മൈനസ് അല്ലേ? O മൈനസ് സ്വാഭാവികമായിട്ടും അതെന്തായിക്കോളും? H+നെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ഫോം ചെയ്യും? യെസ്, OH നമുക്ക് കിട്ടും അല്ലേ? യു വിൽ ഗെറ്റ് വോട്ട്? OH. അപ്പോൾ ഇവിടെ ഒരു ആൽഡിഹൈഡും കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാ ഇവിടെ ഇയാൾ പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ യെസ്, നോക്കിക്കോളൂ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക? യെസ്, നോക്കിക്കോളൂ, ഇയാൾ പോയിട്ട് ഈ OH അല്ലേ? യെസ്, ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെന്താകുന്നു? O മൈനസ് ആകുന്നു അല്ലേ? യെസ്, ഇവിടെ O മൈനസ്, ഓക്കെ, യെസ്, ഇങ്ങനെ വരുന്നു അല്ലേ? ഈ O മൈനസ് എന്തായിക്കോളും? യെസ്, H+നെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് OH ആയിക്കോളും. സോ ലാക്ടോൺസ് എന്തായി മാറും? ലാക്ടാൽസ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഡബിൾ ബോണ്ട് എസ്റ്റർ എന്നുള്ളത് എന്തായിരിക്കും? OH ആയിട്ട് മാറും. സോ ഇതാണ് നമ്മുടെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡൈബാൽ എച്ചിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് സെഷൻസിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മെറ്റൽ ഡിസോൾവ്ഡ് ഇൻ സോൾവെൻസ്, അതായത് നിങ്ങൾക്കറിയാം ബെർച്ച് റിഡക്ഷൻ ഒക്കെ ഇവിടെയാണ് വരുന്നത് അല്ലേ? ബെർച്ച് റിഡക്ഷൻ, ഓക്കെ, അതായത് Li ഇൻ എത്തനോൾ, അതേപോലെ സിങ്ക് ഇൻ അസറ്റിക് ആസിഡ്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ റെഡ്യൂസിങ് ഏജൻറ്റും ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്, ആരെയാണ് റെഡ്യൂസ് ചെയ്യാത്തത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഈ സെഷനിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.